മന്ത്രി വി അബ്ദുറഹ്മാന്റെ മണ്ഡലമാറ്റം കൊണ്ട് ശ്രദ്ധേയമായ താനൂർ. വി അബ്ദുറഹ്മാന് പകരം പ്രവാസി വ്യവസായിയായ ടി മുഹമ്മദ് സമീറിനെ രംഗത്തിറക്കിയാണ് CPM മണ്ഡലം നിലനിർത്താൻ ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിലെ കാലതാമസവും ആശയക്കുഴപ്പവും ഒന്നും താനൂരിൽ തിരിച്ചടിയാകില്ലെന്ന് മുഹമ്മദ് സമീർ ആത്മവിശ്വാസത്തോടെ പറയുന്നു. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസിലൂടെ അഭിമാനം തിരിച്ചുപിടിക്കാനാണ് മുസ്ലിം ലീഗിന്റെ ശ്രമം. വി അബ്ദുറഹ്മാൻ മണ്ഡലം മാറിയത് പരാജയം മുന്നിൽ കണ്ടാണെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രചാരണം. താനൂർ നഗരസഭയിൽ മുഖ്യ പ്രതിപക്ഷമായ BJP അവരുടെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായ ദീപ പുഴയ്ക്കലിനെയാണ് മണ്ഡലത്തിൽ കരുത്തറിയിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. 2016 വി അബ്ദുറഹ്മാനിലൂടെ LDF പിടിച്ചെടുത്ത മണ്ഡലം 2021 വി അബ്ദുറഹ്മാൻ വിജയം ഇവിടെ നിലനിർത്തി. എന്നാൽ താനൂരിനെ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത് വി അബ്ദുറഹ്മാന്റെ മണ്ഡലമാറ്റം എന്ന കാര്യത്തോടു കൂടിയാണ്. താനൂരിൽ നിന്ന് വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയതോടെ വലിയ വിവാദങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ ഉയർന്നത്. പകരം ടി മുഹമ്മദ് സമീർ എന്ന പ്രവാസി വ്യവസായിയാണ് ഇവിടെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തനിക്ക് സാധ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയെന്നാണ് വി അബ്ദുറഹ്മാൻ അവകാശപ്പെടുന്നത്. അതുതന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഇവിടുത്തെ പ്രധാന മുദ്രാവാക്യവും. മറുവശത്ത് മുസ്ലിം ലീഗിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത് MSFന്റെ സംസ്ഥാന അധ്യക്ഷനായ PK നവാസാണ്. PK നവാസിന്റെ പോരാട്ടവീര്യം ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDFനെ സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം വി അബ്ദുറഹ്മാന്റെ മണ്ഡലം മാറ്റവും വലിയ തോതിൽ ഇടതുപക്ഷത്തിനെതിരെ UDF പ്രചരണ വിഷയമാക്കുന്നുണ്ട്. താനൂർ നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷമായ BJPയും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. എങ്ങനെയാണ് പ്രചരണം? വളരെ ആവേശത്തിലാണ്. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് വൈകിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. പക്ഷേ നൂറുകണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ്. താനൂര് മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നു. അതിനകത്ത് എന്ത് ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറാണ്. ആ മാറ്റം ഈ വർഷം സാധ്യമാകും, ഇത്തവണ സാധ്യമാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. LDFന്റെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയുടെ രംഗത്തുള്ളത് ഇതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഞങ്ങൾ LDFനെയാണ് വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി ആരായാലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം, പിണറായി വിജയൻ്റെ ഭരണകൂടം, അമ്പയെ പരാജയപ്പെട്ടു പോയൊരു ഭരണകൂടം, 10 വർഷക്കാലം നഷ്ടങ്ങളുടെ വിരുമയക്കാലമായി മാറിയ ഒരു കാലം. പ്രത്യേകിച്ച് നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്ന, ജില്ലയിലെ ഏക മന്ത്രി ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെയും വികസനം എത്തി നോക്കാൻ കഴിയാത്ത, കുടിവെള്ളമില്ലാത്ത, കായിക മേഖല അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, കൃഷി മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കപ്പെടാത്ത, പ്രത്യേകിച്ച് തീരദേശ മേഖല ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ആഭ്യന്തര ടൂറിസത്തിന് അപാരമായ സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ അത് ഉപയോഗപ്പെടുത്താത്ത ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷ കാലഘട്ടം കടന്നുപോയത്. അതുകൊണ്ട് അപ്പുറത്ത് LDFന്റെ പ്രതിനിധി ആരായാലും LDFന്റെ ഈ ദുർച്ചെയ്തികൾക്കെതിരെ, ഈ ദുർഭരണത്തിനെതിരെയുള്ള വിലയിരുത്തൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഈ മണ്ഡലം മന്ത്രി റഹ്മാൻ മണ്ഡലം മാറിയത് അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? അല്ലാതെ അവർ വിലയിരുത്തേണ്ട ഒന്നാണ്. ഒരു സിറ്റിംഗ് MLA, ഒരു സിറ്റിംഗ് മന്ത്രിക്ക് ആ മണ്ഡലം ഉപേക്ഷിച്ച് പോയത് എന്തുകൊണ്ടാണ് അത് അവർ വിലയിരുത്തും. ഞങ്ങളതിനെക്കുറിച്ച് ഒരു കമൻറ്റും ചെയ്യുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ആരായാലും മത്സരിക്കാൻ തയ്യാർ. ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഞങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹം ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ മത്സരത്തിന് ഇറങ്ങിയത്. പിന്നീട് മാറ്റം വന്നത് ആർക്കാണെന്ന് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് UDF വളരെ കംഫർട്ടബിളായി, വളരെ ആത്മവിശ്വാസത്തോടു കൂടി, പതിവിൽ നിന്ന് വിപരീതമായി ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിനൊരു മാൻഡേറ്റ് കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ജില്ലയിലെ ഏറ്റവും അധികം വികസനം ഉണ്ടായ മണ്ഡലം താനൂരാണെന്നാണ് LDF അവകാശപ്പെടുന്നത്. മന്ത്രി അബ്ദുറഹ്മാൻ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ വികസന തുടർച്ചയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതും. അങ്ങനെ ഒരു വലിയ വെല്ലുവിളി ഇതിലുണ്ടോ? അല്ല, ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അങ്ങനെ വികസന തുടർച്ച കാണോ? നമുക്ക് കാത്തിരിക്കാം. ഈ 9-ാം തീയതി വോട്ട് വെട്ടിയിലായി. അടുത്ത മെയ് മാസത്തിൽ റിസൾട്ട് എണ്ണുമ്പോൾ വികസന തുടർച്ചക്കാണോ, വികസനം ഒരിടിപ്പിനാണോ വോട്ടുണ്ടായത് നമുക്ക് കാത്തിരിക്കാം. ഇത്തവണ SDPക്ക് സ്ഥാനാർത്ഥിയില്ല താനൂരിൽ. അത് ആർക്ക് അനുകൂലമാണെന്ന് കരുതുന്നു? ഞങ്ങൾക്കറിയില്ല SDPI ആർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നിയോജക മണ്ഡലത്തിൽ 2,11,000 വോട്ടർമാരുണ്ട്. ആ 2,11,000 പരം വരുന്ന വോട്ടർമാരുടെയും വോട്ട് വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടും, നിങ്ങൾ ഈ പറഞ്ഞ വിവിധ കക്ഷികളുടെ നേതാക്കന്മാർ ഉൾപ്പെടും. എല്ലാവരുടെയും വോട്ട് വേണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലത്തെ കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. തികച്ചും അപ്രതീക്ഷിതമായിരുന്നല്ലോ ഈ സ്ഥാനാർത്ഥിത്വം. കാരണം വി അബ്ദുറഹ്മാന്റെ പേരാണ് ആദ്യം പ്രഖ്യാപിച്ചത്. പിന്നീട് നാടകീയമായിട്ടാണെന്നൊക്കെ പറയാം അങ്ങ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇല്ല, അതിൽ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. റഹ്മാൻ ഖാൻ്റെ നാട്ടിലേക്ക് പോകാൻ കരുതി. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടു, പാർട്ടി ആവശ്യപ്പെട്ടു, അതനുസരിച്ച് എന്നോട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പഴയ ഇടത് ചിന്താഗതിക്കാരനാണ്. ഇവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്.
പക്ഷേ പ്രത്യക്ഷമായിട്ടുണ്ടാവില്ല, ചില പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് ഏറ്റെടുത്തത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഏറ്റെടുക്കാൻ ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയോ? അതൊരു വെല്ലുവിളി തന്നെയാണല്ലോ അത്. പക്ഷേ എൻ്റെ നാടാണ്, അതുകൊണ്ട് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നാട്ടുകാരുമ്പോൾ ഒരു പ്രകടനം അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് റഹ്മാൻ ഖാൻ നാട്ടിലേക്ക് അങ്ങോട്ട് പോയത്. റഹ്മാൻ ഖാൻ്റെ എല്ലാ പിന്തുണയും ഇവിടെയുണ്ട്. നമ്മൾ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? അനുകൂല ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് നമ്മുടെ MLA ഉണ്ടാക്കിയെടുത്ത വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്, വേറൊന്നല്ല. 2300 കോടി രൂപൻ്റെ വികസനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പര്യടനത്തിൽ പോകുമ്പോഴും പല ഭാഗത്ത് പോകുമ്പോഴും നിങ്ങൾ കാണുന്ന 1 കോടി രൂപേൻ്റെ ബിസിനസ്സാണ്, അത് 35 ഗ്രാമങ്ങളിലേക്ക് വരെ ഓരോരോ വാർഡ് വരെ വികസനം എത്തിക്കുന്നത്. അത് ജനങ്ങളോടൊക്കെ പറയേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞ് ഓൾറെഡി വികസിച്ച് കഴിഞ്ഞു. എടുത്തും ഭയങ്കര സ്വീകരണം, ഓരോ ഗ്രാമങ്ങളും നമുക്ക് ഭയങ്കര സ്വീകരണം കിട്ടിക്കൊണ്ടിരിക്കണം. സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് അങ്ങനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് തമാശകളൊക്കെ പറയണം. പെട്ടെന്ന് ഒരാളെ ഇവിടുന്ന് വന്നു, ഉത്തമണക്കാരനാണോ? കാണാറുണ്ടോ അത്തരത്തിലുള്ള ട്രോളുകളും ഇതൊക്കെ? ഇതൊന്നും ഞാൻ മെയിൻറ്റില്ല, അത് പൊതുവേ ഉള്ളതാണ്. എല്ലാവരും ചെയ്യുന്നതാണ്. അതെ, അതിലേക്കൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ നോക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുക. എങ്ങനെയാണ് പ്രതീക്ഷ? വിജയപ്രതീക്ഷ എത്രമാത്രമാണ്? 100%. ഓൾറെഡി ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. എൻ്റെ നാട്ടുകാരാണ് ഈ താങ്ങുകാർ. എനിക്കിവിടെ എല്ലാ ഗല്ലികളും പരിചയമാണ്, ഓരോ ഗ്രാമങ്ങളും പരിചയമാണ്. ജനങ്ങൾക്ക് എന്നെ അറിയാം. എവിടെ ചെല്ലുമ്പോഴും ഷമീർക്ക എന്നുള്ള അഭിവാദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ശക്തി അറിഞ്ഞ ഒരു സ്ഥലമാണ്, മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP ആണുള്ളത്. പക്ഷേ മണ്ഡലത്തിലേക്ക് മൊത്തം നോക്കുമ്പോൾ BJPയുടെ വോട്ട് വിഹിതം 15,000 താഴെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇത്തവണ BJP ജയിക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BJP ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും. അതിലപ്പുറം ഒന്നും ഇപ്പോൾ പറയാനില്ലല്ലോ. പാർട്ടി ജയിക്കും, നമ്മൾ ജയിക്കും, BJP ജയിക്കും. മണ്ഡലത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച V അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറുന്നു, മറ്റൊരു സ്ഥാനാർത്ഥി LDFന് വരുന്നു. നവാസ് ഇവിടെ കൊണ്ടുപിടിച്ച പ്രചരണത്തിലാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നവാസാണോ അതല്ല ഷമീറാണോ CPM ആണോ UDF ആണോ എന്നല്ല ഞങ്ങൾ NDA നോക്കുന്നത്. NDAക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ടുള്ളതും നമ്മളെ പ്രവർത്തകരുടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമായും ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത്? ഇവിടെ താനൂരിൻ്റെ വികസന മുരടിപ്പ് ഇത് തന്നെയാണ് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. താനൂരിൽ നമുക്കറിയാം, താനൂർ നിയോജക മണ്ഡലം ഉണ്ടായതിന് ശേഷം ഇവിടെ എന്ത് വികസനമുള്ളത്? താനൂർ ഈ ടൗണിനപ്പുറം എന്ത് വികസനമാണ് ഈ മണ്ഡലത്തിലുള്ളത്? താനൂർ ടൗണ് മാത്രമാണ് മൊബിലൈസ് ചെയ്ത് കുറച്ചെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് നടത്തിയെന്നല്ലാണ്ട് എന്താണ് ഇവിടെ മാറി ഭരിച്ചിരുന്നവർ ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് വികസനം? ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാണ് പൊന്മുണ്ടം, ചെറിയ മുണ്ടം, ഒഴൂര്, അതുപോലെ തന്നെ താനാളൂർ, നിറമരുതൂർ എല്ലാം ഇതിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളാണ്. ഇവിടെയെല്ലാം എന്ത് വികസനമാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറി ഭരിച്ച MLAമാർ ചെയ്തിട്ടുള്ളത് എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റും. V അബ്ദുറഹ്മാൻ പറയുന്നത് താനൂരിലെല്ലാം അത്യാവശ്യം നല്ല വികസനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. പൊതുജനങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അവരല്ലല്ലോ തീരുമാനിക്കുന്നത്, അത് പൊതുജനങ്ങൾ തീരുമാനിക്കും. ഇത്തവണ എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണ് BJPയെ സംബന്ധിച്ചിട്ടുള്ളത്? BJPയെ സംബന്ധിച്ച് മുഴുവൻ 100% അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നപ്പുറം നരേന്ദ്രമോദിജി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ താനൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാവിധ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ടുകളും സംസ്ഥാന ഗവൺമെൻറ്റിലൂടെ, അത് ഭരിച്ച MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ ചെലവഴിച്ചിട്ടുള്ള ഓരോ ഫണ്ടിലും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ. പ്രചരണത്തിന്റെ ആവേശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. V അബ്ദുറഹ്മാന്റെ വികസന മുദ്രാവാക്യം മുൻപിൽ വെച്ച് മുഹമ്മദ് സമീറിലൂടെ ഇടതുപക്ഷത്തിന് ഈ മണ്ഡലം നിലനിർത്താനാകുമോ? സ്ഥാനാർത്ഥിയെ നിർത്താത്ത SDP-യുടെ വോട്ടുകൾ ഇത്തവണ ആർക്കൊപ്പമാകും? PK നവാസിലൂടെ താനൂർ തിരിച്ചുപിടിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ? ഒപ്പം താനൂർ നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷമായ BJPക്ക് താനൂർ നിയമസഭാ മണ്ഡലത്തിൽ എന്ത് സ്വാധീനമാകും ചെലുത്താനാവുക? എല്ലാം കണ്ടു തന്നെ അറിയാം. അഖിലോട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.